ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ റോസ്റ്റാണ്. തികച്ചും നാടൻ രുചിയുള്ളത് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ ഇതിനു വേണ്ടി ഒരു 1/2 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തോടൊക്കെ കളഞ്ഞതിന് ശേഷമുള്ള വെയിറ്റാണ് ഞാൻ പറയുന്നത് 1/2 കിലോ എന്ന്. അല്ലാതെ തോടോടുകൂടി ഒരു 3/4 കിലോളം കാണും. അത് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ നാരൊക്കെ എടുത്ത് കളഞ്ഞ് ഞാനിവിടെ ഒരു ചട്ടിയിലോട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലോട്ട് ഏകദേശം 1 കപ്പോളം ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഈ ചെമ്മീൻ റോസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ചെറിയ ഉള്ളി നല്ലതായിട്ട് ചേർക്കണം. പിന്നെ ഇതിലോട്ട് കുറേ അധികം തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അത് നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ഇത് ഒഴിവാക്കരുത്. വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചുവന്നുള്ളിയും കുറേ അധികം തന്നെ ഇതിന് വേണ്ടി ഉപയോഗിക്കണം. പിന്നെ ഇതിലോട്ട് ചേർക്കാൻ വേണ്ടി ഒരു മീഡിയം സൈസ് ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ചേർക്കാൻ വേണ്ടി കുറച്ച് തേങ്ങാക്കൊത്ത്, അതും ഇതിൽ ഒഴിവാക്കരുത്. തേങ്ങാക്കൊത്ത് അത് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഉള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പിരിയമുളക് എടുത്തിട്ടുണ്ട്, ഒരു 1.5 ടേബിൾ സ്പൂൺ പിരിയമുളകും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഇത്രയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാ മുളക് പൊടിയാണെങ്കിൽ ഇത്രയും വേണ്ടി വരത്തില്ല. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു പുളിക്ക് വേണ്ടി ഒരു ചെറിയ കഷ്ണം കുടംപുളി നല്ലപോലെ കഴുകിയിട്ട് ഒന്ന് 2ആയിട്ട് കീറി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഇതെല്ലാം ആ ചെമ്മീനിലോട്ടൊന്ന് പിടിക്കും. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഗ്യാസ് ഓണാക്കി ഒന്ന് വേവിച്ചെടുക്കണം. ഇത് അധികം നേരം ഒന്നും വേവിക്കുന്നില്ല. ഇനി പാത്രം അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്കൊരു തവി ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതൊന്ന് നമുക്കൊന്ന് കുടഞ്ഞിട്ട് കൊടുക്കാം. ചെമ്മീൻ എപ്പോഴും ഇളക്കിയാൽ അത് ഒന്ന് പൊടിയാൻ ചാൻസ് ഉണ്ട്. അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചെമ്മീനിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇപ്പം ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെള്ളം വറ്റിച്ചെടുത്താൽ മാത്രം മതി. അല്പം ഗ്യാസ് ഒന്ന് കൂട്ടി വെച്ചിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഈ വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഇനി അങ്ങ് ഗ്യാസ് ഓഫ് ആക്കുവാണ്. ഇനി ഈ ചെമ്മീനൊന്ന് വെളിച്ചെണ്ണയിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണം. അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ഒരു 2-3 ടേബിൾ സ്പൂണെങ്കിലും ഒഴിച്ചു കൊടുക്കണം. പിന്നെ വെളിച്ചെണ്ണയിൽ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. അതിലോട്ട് നമ്മൾ വേവിച്ച് വറ്റിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇത് ചെറിയ തീയിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാട് സമയം റോസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ചെമ്മീൻ ഒരുപാട് സമയം ഇങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു റബ്ബറി പോലെ ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 5-6 മിനിറ്റ് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. പിന്നെ നല്ല ബ്രൗൺ കളറാക്കി എടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഈ റോസ്റ്റിൻ്റെ അകത്ത് ആ വെളുത്തുള്ളിയും ആ തേങ്ങാക്കൊത്തൊക്കെ കിടക്കുന്നത് നല്ല ഒരു ടേസ്റ്റാണ്. അതുപോലെ ഇത് നമ്മൾ എണ്ണയിലിട്ട് റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വറ്റിക്കാൻ നേരം അതിലിട്ടിരുന്ന കുടംപുളി എടുത്ത് മാറ്റാൻ മറക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റോസ്റ്റാണിത്. ഇതിപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇനി ഗ്യാസ് ഓഫാക്കിയിട്ട് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. ചുവന്നുള്ളിയും ആ തേങ്ങാക്കൊത്തും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഇതിൻ്റെ ആ ഗ്രേവിക്ക് നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല ഒരു ഡിഷാണിത്.
അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു റോസ്റ്റാണിത്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങളിത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഹന്നാസ് റെസിപ്പീസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.